ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. ഇന്നലെ വിവിധ ജില്ലകളിലായി ശക്തമായ മഴ ലഭിച്ചിരുന്നു. പ്രധാനമായും മധ്യ-തെക്കൻ ജില്ലകളിലാണ് മഴ കനത്തത്. വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയാണ് ലഭിച്ചത്. ഇന്നും മധ്യ-തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി എല്ലാ ജില്ലയിലും ഇടത്തരം മഴയ്ക്കുവരെ സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടുണ്ട്. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണം. അതേസമയം ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ഇന്നലെ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ന്യൂനമർദ്ദം നിലവിൽ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ആദ്യം വടക്കുപടിഞ്ഞാർ ദിശയിൽ സഞ്ചരിക്കാനും തുടർന്ന് ക്രമേണ വടക്കുകിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലൂടെ നീങ്ങാനും സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ഇന്നും കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.